ഓണമാണ്, ഓണത്തിന് പൂക്കളയിൽ നിന്ന് തുടങ്ങണോ അതോ പച്ചക്കറിയിൽ നിന്ന് തുടങ്ങണോ? നമ്മൾ മാർക്കറ്റിലേക്ക് കയറാം അല്ലേ? വാ. നമസ്കാരം. ഓണമാണ്, ഓണം ആയാലും സദ്യ ഉണ്ടാവണം. സദ്യ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല പച്ചക്കറികൾ വാങ്ങണം. ആ കൂടെ തന്നെ നമ്മൾ കയറി വന്നിരിക്കുന്ന ഒരു പച്ചക്കറി മാർക്കറ്റിലാണ്. ഓണച്ചന്ത, ശരിക്കും ഓണച്ചന്തയല്ല, ഇത് എറണാകുളം മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എറണാകുളം മാർക്കറ്റിൽ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വേണേൽ പറയാം. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ്കളാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ള കായ്കളുണ്ട്, അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാനും ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ടുള്ള കായ്കളുമുണ്ട്, പിന്നെ ചെറുപഴങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പച്ചക്കറി ഏരിയാസാണ്. ചെറിയ ചെറിയ കടകളും വലിയ വലിയ കടകളും ഒക്കെ ആയിട്ടുണ്ട്. പല ഏരിയാസിലായിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടാലോ? വാ. അങ്ങനെ നമ്മൾ ഉപ്പേരിയുടെയും ശർക്കര വരട്ടിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ തന്നെ ഷിയാസ് ഭായിയെ കണ്ടു. ഷിയാസ് ഭായ് നമസ്കാരം. നമസ്കാരം. നമുക്ക് ചെറുപഴമുണ്ട്, കായുമില്ലേ? ഉപ്പേരിക്കുള്ള കായ, പച്ചക്കായ, പഴുത്ത കായ, ഞാലിപ്പൂവൻ എല്ലാം ഉണ്ട് അല്ലേ? ഈ ഓണത്തിനാണോ ഇതിനകത്ത് ഏറ്റവും കച്ചവടം വരിക? ഓണത്തിൻ്റെ കച്ചവടം എല്ലാ ദിവസവും നമുക്കുണ്ട്. ഓണത്തിന് ഒരു പ്രത്യേകത, കച്ചവടം കൂടുതലുണ്ടാവും. ഓണത്തിന് ഏതാ കൂടുതൽ പോകുന്നത്? ഞാലിപ്പൂവൻ, പച്ചക്കായ. ഞാലിപ്പൂവനാണ് കൂടുതലും സെയില്. സദ്യക്ക് വീട്ടുകാർ കൊണ്ടുപോകാറുണ്ടോ ഇപ്പൊ? അതോ ഇല്ല, ഇപ്പൊ അങ്ങനെ കുറവാണ്. ഇപ്പൊ ഫാക്ടറിയിൽ ചിപ്സിന്റെയും കുറവാണ്. പണ്ട് വീട്ടിലുണ്ടാക്കുമായിരുന്നു. പണ്ട് ഒരു ഞാലിപ്പൂവനും ഒരു പച്ചക്കായും ഒരു ഏത്തപ്പഴവും കൊണ്ടുപോയിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പം ഉപ്പേരിയൊക്കെ മേടിക്കാൻ മേടിക്കാണ്ട് അങ്ങനെ പോകും. ശർക്കര വരട്ടിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും വ്യത്യാസമുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ചില ആൾക്കാർ നല്ല അതിന് ക്വാളിറ്റി കുറഞ്ഞത് വെച്ചുണ്ടാക്കും, ചില ആൾക്കാർ നല്ലത് തന്നെ കൊണ്ടുപോയാലും അതിൽ വെച്ച് തന്നെ ശരിയാകും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ വില? ഇപ്പൊ കൂടുതലാണ്. ഇപ്പൊ 68-67 വില നിലവാരം. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 30 താഴെ ഉണ്ടായിരുന്നു. ഇരട്ടിയായി. വിലയൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് വരുന്നുണ്ട്. എന്നാലും അങ്ങനെ വലിയതായിട്ടില്ല. കച്ചവടം കുറവാണ്. പിന്നെ വില കൂടി കഴിയുമ്പോൾ ആൾക്കാർ മേടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ഒരു വില കുറവാണെങ്കിൽ ഒരു കൊലയായിട്ടൊക്കെ പോകും. ഒരു 2 കിലോ 3 കിലോ ഒക്കെ അങ്ങനെ വറക്കാൻ അങ്ങനെ ചെത്തിയ പോകും. നമുക്കിവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഹോൾസെയിൽ മാത്രമേ. ചില്ലറ വന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എറണാകുളം മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് തന്നെയാണ്. ഇതിനകത്തൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പച്ചക്കറി ഷോപ്സ് ആണുള്ളത്. ഇവിടെ വന്നാൽ ഹോൾസെയിൽ ആണെങ്കിൽ കൂടി റീറ്റെയിലിനും കിട്ടുന്നുണ്ട്. ഇപ്പം ഏത്തപ്പഴം ആണെങ്കിലും ഉണ്ട്, ചെറുപഴം ആണെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ പച്ചക്കായ വേണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഉണ്ട്. പക്ഷേ മറ്റ് പച്ചക്കറികളും ഉണ്ട്. ആ സൈഡിലോട്ടും കൂടെ ഒന്ന് പോവാം. ശരി എന്നാ, താങ്ക്സ്. പച്ചക്കറിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പൈനാപ്പിളിൻ്റെ സ്ഥലത്തേക്ക് വന്നു നമ്മൾ. പൈനാപ്പിൾ പുളിശ്ശേരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓണസദ്യയിലെ ഒരൈറ്റമാണ് പൈനാപ്പിൾ പുളിശ്ശേരി. ചെറിയ മധുരമുണ്ട്, ചെറുതായിട്ട് പുളിയുണ്ട്. പിന്നെ കയ്യിലൊക്കെ അവരുടെ അനുവാദം ചോദിക്കാൻ നമ്മൾ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. ഇവർ പറഞ്ഞ് സന്തോഷമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പൈനാപ്പിൾ എന്താ വില ചേട്ടാ? പൈനാപ്പിൾ എന്താ വില? 76 രൂപ. കഴിഞ്ഞ വർഷത്തിനേക്കാളും വില കൂടിയോ? വില കൂടുതലാണ്. ഇതിപ്പം കൂടുതലും പുളിശ്ശേരിക്ക് വേണ്ടിയാണോ ആൾക്കാർ കൊണ്ടുപോകുന്നത്? അതോ പുളിശ്ശേരിക്ക് വരെയാണ് കൂടുതൽ. ജ്യൂസിനൊക്കെ കൊണ്ടുപോകും. ജ്യൂസിന് തിരക്കുണ്ടാവില്ല, അപ്പോൾ കടകളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പം ഓണത്തിന് മെയിനായിട്ട് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് വേണേൽ കഴിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസായിട്ട് വേണേൽ കുടിക്കാം. അങ്ങനെ എല്ലാ പരിപാടി. ഇനി പായസം ഉണ്ടാക്കാം കേട്ടോ. പൈനാപ്പിൾ പായസം ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ വേണേലും ആ. ഏതായാലും പൈനാപ്പിളും കണ്ടു. ഇനി അടുത്തത് അങ്ങനെ മാർക്കറ്റിനകത്തൂടെ നടന്നപ്പോഴത്തേന് വേറൊരു പച്ചക്കറി കടയിൽ നമ്മളിങ്ങനെ വന്നു. ഇഷ്ടം പോലെ ഐറ്റംസാണ് പച്ചക്കറി ഐറ്റംസ്. അത് നിങ്ങൾക്ക് അവിയലുണ്ടാക്കാൻ, കാളനുണ്ടാക്കാൻ, ഓലനുണ്ടാക്കാൻ, സാമ്പാർ ഉണ്ടാക്കാൻ, തോരനുണ്ടാക്കാൻ എല്ലാവിധ പച്ചക്കറി ഐറ്റംസും ഉണ്ട്. ഇത് കണ്ടില്ലേ, കറിവേപ്പിലൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കറിവേപ്പിലുണ്ട്, മല്ലിയിലയുണ്ട്. ചേട്ടാ, നമുക്ക് ഓണത്തിനാണോ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ളത്? ഓണത്തിന് 2 ദിവസം നല്ലൊരു കച്ചവടം ഉണ്ടാവും. 3 ദിവസത്തിൽ നല്ല കച്ചവടം ഉണ്ടാവും. നമുക്ക് ഇതിനകത്ത് അവിയലാണോ അതോ അങ്ങനെ നിങ്ങൾ കൂട്ടായിട്ട് കൊടുക്കുന്നുണ്ടോ? അവിയൽ, സാമ്പാർ എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. സാമ്പാർ കൊടുക്കും. എല്ലാവരും 1/4 കിലോ വെച്ച് മേടിക്കുള്ളൂ. അപ്പോൾ അവിയലും സാമ്പാറും എല്ലാവരും കൂടി ആവും. വെണ്ടക്ക അങ്ങനെ ബീൻസ് എല്ലാം 1/4 കിലോ വെച്ച് വാങ്ങിക്കുമ്പോൾ
എല്ലാ ഐറ്റവും കൂടി ആകുമ്പോൾ സാമ്പാറും അവിയലുമായി അത് അങ്ങനെ മേടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അങ്ങനെ മേടിച്ച് പോകും. അപ്പൊ അല്ലാതെ ഈ കിറ്റിന്റെ പരിപാടി ഇല്ല അല്ലേ? സാമ്പാർ കിറ്റ് കൊടുക്കും, അത് നാളെ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് മുറിച്ചാണ് കൊടുക്കുന്നത്. വില കൂടുതലാണല്ലോ, വില കൂടുതലാകുമ്പോൾ സാമ്പാർ ഇന്ന് ഭയങ്കര വിലയാണ് സാധനങ്ങൾ. അപ്പോൾ സാമ്പാർ കിറ്റ് അങ്ങനെ എല്ലാ ഐറ്റവും ഇട്ട് കൊടുക്കാൻ പറ്റൂല, സാമ്പാർ ഐറ്റമായിട്ട് കൊടുക്കാൻ പറ്റൂല. ചേട്ടന് ഈ സക്രിയ ചേട്ടനാണ് കേട്ടോ. സക്രിയ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഓണസദ്യയിലെ ഐറ്റം എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അച്ചിങ്ങ പയറ് മെഴുക്കുവരട്ടി ആയിട്ടാണ്. മെഴുക്കുവരട്ടി ആയിട്ട്. എനിക്ക് അവിയലാണ് ഏറ്റവും ഇഷ്ടം. അവിയൽ അതുപോലെ തന്നെ ഈ പൈനാപ്പിൾ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുമധുരം നേരത്തെ പറഞ്ഞല്ലോ. അവിയലാണ് ബാക്കിയുള്ള പച്ചക്കറി ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. പക്ഷേ പുളിയിഞ്ചി പിന്നെ പായസത്തിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഹോൾസെയിലാണോ അതോ റീറ്റെയിലാണോ അതോ രണ്ടും ഉണ്ടോ? ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. സാധാരണ ഹോൾസെയിൽ മാത്രമായിട്ടുള്ളിടത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവില്ല പച്ചക്കറികൾ. ചൊരിഞ്ഞിടാൻ പറ്റില്ല. ഇല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിരത്തി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പടവലങ്ങ, പണ്ട് അപ്പന് പടവലത്തിൻ്റെയും പാവയ്ക്കാടെയും ഒക്കെ കൃഷി ഉണ്ടായിരുന്നു. അന്ന് അപ്പൻ്റെ ഡ്രൈവറായിരുന്നു. എനിക്ക് വണ്ടി ഓടിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നതുകൊണ്ട് ഈ പടവലമൊക്കെ ആയിട്ട് മാർക്കറ്റിൽ പോകുന്ന ഒരു ഓർമ്മയുണ്ട്. പറിച്ചുകൊണ്ട് തലേദിവസം പറിച്ചു വെക്കും, അടുത്ത ദിവസം വെളുപ്പാൻ കാലത്ത് മാർക്കറ്റിൽ പോകും. ഇവിടെ നിങ്ങൾക്ക് പച്ചക്കറി ഐറ്റംസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? പച്ചക്കറി ഐറ്റംസ് നാടൻ കുറച്ചുണ്ട്, പിന്നെ തമിഴ്നാടാണ് കൂടുതൽ വരുന്നത്. തെങ്കാശി പാവക്കൊക്കെ കുറുപ്പന്തറ ഭാഗത്തു നിന്നൊക്കെ വന്ന പാവക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി വടുകപ്പുളിയൊക്കെ നാടനാണ്, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്നതാണ് വടുകപ്പുളി. വടുകപ്പുള്ളി നാരങ്ങ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം പച്ചക്കറിയിൽ ഏറ്റവും വില കൂടിയ സാധനം ഏതാണ്? ഏറ്റവും വില കൂടിയത് ഇന്ന് പാവയ്ക്കാണ്. ഉള്ളിക്കും സവാളയുടെയും വിലയൊക്കെയോ? ഉള്ളി 70 രൂപ. അതിന് വില കൂടുതലുണ്ട്. സവാള 50 രൂപ. ഓണം അല്ലാതെ വില കൂടിയതല്ല. ഇല്ല, ഉള്ളിയൊക്കെ ഒരു മാസമായിട്ട് ഈ റേറ്റ് തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്തത് ഫ്രൂട്ട്സിൻ്റെ ഒരു കടയുണ്ട്. അതുപോലെ തേങ്ങയൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഇനിയിപ്പോൾ നോൺ വെജ് മുട്ടയുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവിടെ എല്ലാം സുലഭമായി കിട്ടും, എല്ലാം റെഡിയാണ്. ജനം വന്നാൽ മതി, ജനം ഇങ്ങോട്ട് കയറി വന്നാൽ മതി. ഞങ്ങളെല്ലാം റെഡി, ഞങ്ങൾ തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഈ ഓണം തകർക്കാൻ തന്നെ കാത്തിരിക്കുകയാണ്. അപ്പം ഓണം തകർത്തേക്കാം. ഓണാശംസകൾ. അപ്പോൾ 4 പേർക്ക് 10 ചീടിയങ്ങാട് 10. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേന് രാജുചേട്ടനെ പരിചയപ്പെട്ടു. രാജുചേട്ടാ, നിങ്ങൾ ഇലയുടെ പരിപാടിയാണ് അല്ലേ? ഇലയുടെ വാഴയിലയുടെ കച്ചവടം. വാഴയിലയുടെ പരിപാടിയാണ്. എത്ര വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത്? ഞാനൊരു 42, ഫാദറായിട്ട് ഒരു 80 വർഷം ചെയ്യുന്നത്. 80 വർഷമായിട്ട് വാഴയിലയുടെ തന്നെ പരിപാടി. അതന്നെ. നിങ്ങൾക്ക് വാഴയില, ഇത്രയും വാഴയില എവിടെയാണ് കിട്ടുക? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കുറവാണ്. തമിഴ്നാട്, കർണാടക അവിടെ നിന്ന് വരുത്തിക്കണത്. ഇപ്പോൾ എല്ലായിടത്തും മൈസൂരും ഒക്കെ കാറ്റാണ്. പിന്നെ തമിഴ്നാട് മൊത്തം കാറ്റാണ്, മഴയില്ല. അപ്പം അതിൻ്റെ പേരിൽ ഈ തവണ ഭയങ്കര ഷോർട്ടാണ്. കാറ്റ് ഇല തകർന്നു പോകും, നമുക്ക് ഇഞ്ചപ്പരിവായി പോകും. അപ്പോൾ എണ്ണം കുറവ് വന്നത് അത് കാരണം വേറെ അധികം ഓർഡറുകളൊന്നും എടുക്കണില്ല. നമ്മുടെ ചെറിയ ഒരു 3-4 കാറ്ററിംഗുകാരും സ്ഥിര ഹോട്ടലുകാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ആർക്കും കൊടുക്കുന്നില്ല. ഓണത്തിനും വിഷുവിനും ആണോ ഇലക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ളത്? അല്ല, വിഷുവിന് അങ്ങനെ ഡിമാൻഡൊന്നുമില്ല. ഓണത്തിനാണ് ഏറ്റവും വലിയ ഡിമാൻഡ്. എല്ലാവരും ഓണത്തിന് കയ്യിലുള്ളൂ. അതിന് കാണും വിറ്റാലും ഓണം ഉണ്ണൂന്ന് പറഞ്ഞിട്ട് അത് ഇലയെ തന്നെ ഉണ്ണുള്ളൂ. അത് തന്നെ. അപ്പോൾ ഇല ഇല്ലാതെ നമുക്ക് ഓണസദ്യ നടക്കത്തില്ല. കാരണം ഓണസദ്യ നമുക്കാണേലും പിള്ളേർക്കാണ്, കുട്ടികൾക്കൊക്കെ, വീട്ടിലെ കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും പോലും ആ ഇലയിൽ വിളമ്പി കഴിക്കുന്ന ഒരു സുഖമാണ്. അതന്നെ, അതിൻ്റെ ഒരു ഇതും. പിന്നെ ഇലയിൽ പല പല അത്ഭുതങ്ങളുണ്ട് അതിനകത്ത്. നമ്മുടെ വയറിനും അതും ഇതൊക്കെ ഇതാകാൻ പറ്റിയ ഒരു പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അത് തന്നെ. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ഈ വാഴയിലായിരുന്നു ചോറ് പൊതിഞ്ഞുകൊണ്ട്. അത് തന്നെ, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്കൊക്കെ ഇത് പാത്രങ്ങളിലാണെങ്കിൽ പോലും ഞങ്ങൾ ഇടയ്ക്ക് സന്തോഷത്തിന് വില വെട്ടി ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. അത് പ്രത്യേക രുചിയും സ്മെല്ലും ഒക്കെ ഉണ്ടായത്. അതിൻ്റെ അത് തുറക്കുമ്പോൾ തന്നെ 4 സ്ഥലത്ത് അറിയും. അപ്പം ഇലയുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇല ഇല്ലാതെ ഓണം ഉണ്ണുന്നതിനകത്ത് ഒരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇല. ചേട്ടാ, ഉള്ളിക്ക് എന്താണ് വില? ഉള്ളി ഇപ്പോൾ ഇന്ന് 60-70. 60-70. ചില്ലറ വിൽപ്പന വരും, വലിയ വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പം ചാക്കിന് ഹോൾസെയിൽ വില നമ്മൾ പറഞ്ഞേ. ഓണത്തിന് ഇപ്രാവശ്യം കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. എന്നാലും കഴിഞ്ഞ അപേക്ഷിച്ച് ഓണം കച്ചവടം ആയി വരുന്നേ ഉള്ളൂ. ഓണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ദിവസം നാളെയും കൂടി ഉത്തരാടം, നാളെ ഒരു പ്രതീക്ഷയാണ് കച്ചവടക്കാർക്കുള്ളത്. മഴയില്ലെങ്കിൽ നല്ല കച്ചവടം നമുക്ക് നടക്കണം. നമ്മൾ ഓണത്തിന് മുമ്പ് 2 ദിവസം മുമ്പാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു പക്ഷേ ഓണത്തിൻ്റെ അന്നായിരിക്കും. പക്ഷേ
കച്ചവടം ആയി വരുന്നേ ഉള്ളൂ. ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് കച്ചവടം നടക്കേണ്ടത് അല്ലേ? ഇന്ന് ഒരു പ്രതീക്ഷയുള്ള ദിവസമല്ലേ, ഓണച്ചന്തയല്ലേ. ഇനി ഇല്ലില്ല, നാളെ നബിദിനമാണ്, ഉത്രാടമാണ്, എല്ലാം കൂടിയുള്ള ഒരു ഇതാണ് നാളെ വന്നേക്കണത്. ഈ കഴിഞ്ഞ വർഷത്തേനേക്കാളും ഓണത്തിന്റെ കച്ചവടം കുറവാണോ കൂടുതലാണോ എങ്ങനെയാണ്? കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് കച്ചവടത്തിന് ആയിട്ടില്ല. അതെന്താ ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ വരുന്നു? ഓൺലൈൻ ബിസിനസ്സും പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഓണ കിറ്റുകളുണ്ട്, കുടുംബശ്രീ വഴിയുള്ള കിറ്റുകളുണ്ട്, ഓണ ഫണ്ട് വഴിയുള്ള കിറ്റുകളുണ്ട്. പലരും ഓരോ സ്പോൺസർ ചെയ്ത് കിറ്റുകൾ കൊടുക്കണമെന്നുള്ള. പിന്നെ ഓൺലൈൻ വ്യാപാരമുണ്ട്. എന്താണെങ്കിലും ഒക്കെ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ കൊണ്ട് വിൽക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് ഈ ഓൺലൈൻ കംപ്ലീറ്റ്. ചിലർ നേരിട്ട് വരുന്നത് ലുലു പോലത്തെ ഇതൊക്കെ കുറെ നേരിട്ട് പർച്ചേസ് ഉണ്ടാവും. ബാക്കിയുള്ളവർ മാർക്കറ്റിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവും. മാർക്കറ്റിൽ വന്ന് ആൾക്കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവുമോ അവിടെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതായിട്ട്? വിലയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല സാധനം കിട്ടുമല്ലോ, നല്ല സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മളിപ്പം ഹോൾസെയിൽ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഹോൾസെയിൽ മാർക്കറ്റിൽ റീറ്റെയിൽ കച്ചവടമുണ്ട്. ഇതിനകത്ത് പച്ചക്കറികളാണ് നമ്മൾ കണ്ടുവരുന്നത്. പച്ചക്കറി അല്ലാതെ നോൺ വെജ് ഐറ്റംസും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പുറം മുട്ടയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ മീനൊക്കെ മീൻ മുകളിലാണ്, മേളില് മീൻ ഇറച്ചി എല്ലാം മേളിലുണ്ട്. ഉണക്കമീനെല്ലാം എല്ലാം ഉണ്ട്. നമ്മൾ ഓണം ആയതുകൊണ്ട് മീനിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ നോർത്തേൺ കേരളത്തിൽ നിന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വ്ളോഗ് ചെയ്യുന്നവർ. അവർ പറയുന്നത് ഓണസദ്യ ആണെങ്കിൽ പോലും ഒരു മീൻ വറുത്തത് കൂടെ വേണമെന്നാണ് പറയുന്നത്. ന്യൂജനാണല്ലോ, നമ്മളൊക്കെ ജീവിച്ച പോലെ ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പൊ. നമ്മളുടെ മക്കൾ വരുമ്പോ അവരുടെ മക്കൾ വരുമ്പോ പിന്നെയും വ്യത്യാസം വരും. അപ്പൊ മീൻ വറുത്തത് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഇപ്പോഴത്തെ ഓണസദ്യയിൽ. പണ്ട് 2-3 പായസങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു 150 പായസം വെറൈറ്റികളുണ്ട്. അതിപ്പോ ഉള്ളി വെച്ച് വരെ മുളക് വെച്ചും ഉള്ളി വെച്ചും ഒക്കെ പായസം ഉണ്ടാക്കുന്നവരുണ്ട്. ഏതായാലും നമ്മൾ ഇനി പൂക്കളുടെ കച്ചവടം കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. പൂക്കളുടെ കച്ചവടം പെട്ടെന്ന് കണ്ടുപോകാം. ചേട്ടാ താങ്ക്സ് കേട്ടോ. മാഹിൻ എന്നല്ലേ ചേട്ടൻ്റെ പേര്? മാഹിൻ ചേട്ടനുമായിട്ടാണ് നമ്മൾ ഇപ്പൊ സംസാരിച്ചത്. താങ്ക് യു. എന്നാ വിട്ടോട്ടെ. നല്ല ഓറഞ്ച് കളറിൽ ബന്ദിപ്പൂക്കൾ ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട്. ബന്ദിയുണ്ട്, അതുപോലെ തന്നെ വാടാമുല്ല ഇപ്പുറത്തുണ്ട്. അങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പലതരം പൂക്കളാണുള്ളത്. നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല, ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇഷ്ടംപോലെ പൂക്കൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും പൂക്കൾ വിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ആ കൂടെ തന്നെ ഒരു വലിയ സ്റ്റോൾ കണ്ടിട്ട് അവരോട് അനുവാദം ചോദിച്ച് നമ്മൾ കയറിയതാണ്. ഇപ്പോൾ ഇവിടെ ബന്ദി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ തീരുന്നതനുസരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് റീഫിൽ ചെയ്യും. ഇപ്പുറത്താണെങ്കിൽ വാടാമുല്ലയും ബന്ദിയൊക്കെ നമ്മുടെ അത്തപ്പൂവിൽ പ്രധാന ഘടകങ്ങളാണല്ലോ. ഇനി അങ്ങോട്ട് കയറി നോക്കാം അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പുറത്ത് നമ്മൾ ഓറഞ്ച് ബന്ദി കണ്ടു. ഇവിടെ വന്നപ്പോഴത്തേനത്തെ മഞ്ഞ ബന്ദിയുണ്ട് ഇഷ്ടം പോലെ. അതുപോലെ വാടാമുല്ല വീണ്ടും ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റോസസ്, പിന്നെ ജമന്തി, റോസസ് ഇച്ചിരി കളറ് കുറഞ്ഞ റെഡ്, പിന്നെ വയലറ്റ് പൂവ്, വെള്ളപ്പൂവ്, അങ്ങനെ കുറേ ഐറ്റംസ് ആ സൈഡിലും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വെറൈറ്റി റോസസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഇത് കണ്ടോ, ഇത് വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു ഓറഞ്ച് റെഡും കൂടെ കലർന്ന ഒരു കളറാണ് റോസിന് വരുന്നത്. അരുണേ, അരുണും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. നേരത്തെ മാർക്കറ്റിലും ഉണ്ടായിരുന്നു അരുൺ. ഇതുപോലെ തന്നെ പൂ മാർക്കറ്റിലും വന്നു. നമ്മൾ പൂ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് തന്നെ ഒരു ചെറിയ മാർക്കറ്റാണ്. ഇത് കൂടാതെ ഇഷ്ടംപോലെ മാർക്കറ്റ് പൂക്കൾ വിൽക്കുന്ന കടകൾ ചുറ്റുവട്ടത്തുണ്ട്. അരുണേ, പണ്ട് അത്തപ്പൂ ഇടുമായിരുന്നോ? ഞാൻ അധികം ഇടാറില്ലായിരുന്നു, പക്ഷേ നമ്മുടെ അവിടെയൊക്കെ നാട്ടിലും വീട്ടിലുമൊക്കെ ആൾക്കാരൊക്കെ ഇടുന്നതുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും ഫേമസ് പൂ ഏതായിരുന്നു അറിയോ? അന്ന് നമ്മൾ ഈ അടുത്തുള്ള പറമ്പിൽ നിന്നൊക്കെ പൂക്കൾ പറിച്ചൊക്കെയാണ് ഇടുന്നത്. പിന്നെ തുമ്പപ്പൂ വേണമെന്നൊരു മസ്റ്റൊക്കെയാണെന്ന് പറയുന്നതായിരുന്നു. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ പൂക്കൾ ഇടുമ്പോഴത്തേനും പുറത്തുനിന്ന് മേടിക്കുന്നതാണല്ലോ, തുമ്പപ്പൂക്കൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. തുമ്പപ്പൂ ഒന്നും കിട്ടാനില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയാണ് ഒരു പക്ഷേ തുമ്പപ്പൂ കിട്ടുമായിരിക്കും. അവിടെ പോയി നമുക്ക് തുമ്പപ്പൂ ഒക്കെ കളക്ട് ചെയ്ത് നമുക്ക് അത്തപ്പൂ ഇടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ബന്ദി, ജമന്തി, മുല്ലപ്പൂവ്, റോസപ്പൂവ്, വയലറ്റ്, ജമന്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. കളർ വേണേലും കിട്ടും, ഏത് കളർ വേണേലും ഉണ്ട്. അതെ, ഇഷ്ടം പോലെ കളറുകളാണ്. ഏത് കളർ വേണേലും നമുക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. നമുക്ക് ഇവിടെ ആരെങ്കിലും ചേട്ടന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടികൾ, ഓണത്തിന് എവിടെ നിന്നാണ് ഇവിടെ മാർക്കറ്റിൽ പൂക്കൾ കിട്ടുക എന്നൊക്കെ ഒന്ന് ചോദിക്കാം. വാ, ഇവിടെ ഒരു ചേട്ടൻ്റെ പേരെന്താ? കാശിനാഥൻ. ചേട്ടാ, ഇപ്രാവശ്യത്തെ ഓണം മാർക്കറ്റ് എങ്ങനെ പോകുന്നു? സാധാരണഗതിക്ക് തന്നെ പോകും. കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ട് അതേമാതിരി തന്നെ പോകുന്നത്. ഇത് അത്തത്തിന്റെ മുമ്പ് തന്നെ തുടങ്ങിയതാണോ നിങ്ങൾ? മുമ്പ് തുടങ്ങി, ഒരു ദിവസം മുന്നേ ഇവിടെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇത് എത്ര നാൾ കാണും? ഇത് ബുധനാഴ്ച രാവിലെ വരെ ഉണ്ടാവും. ആണോ? അത് കഴിഞ്ഞിട്ടും ചില ഫ്ലാറ്റുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ ഓണാഘോഷങ്ങൾ അത് കഴിഞ്ഞും ഉണ്ടാവില്ലേ? അതുണ്ടാവും. പക്ഷെ അന്നേരം നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമോ? അല്ല, നമ്മൾ ഡയറക്റ്റ് ആയി വന്ന സാധനം കൊടുക്കും. ഞങ്ങൾ തിങ്കളാഴ്ച ഉച്ചവരയ്ക്ക് ഇവിടെ ഉണ്ടാവും.
തിങ്കളാഴ്ച അതോ ബുധനാഴ്ച? ബുധനാഴ്ച കഴിഞ്ഞുള്ളവർക്ക് നിങ്ങൾക്ക് സപ്ലൈ ഇല്ല? ഇല്ല. ഇത് എവിടുന്നാ സാധനങ്ങൾ വരുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണോ എല്ലാം വരുന്നത്? ബാംഗ്ലൂർ, പിന്നെ തമിഴ്നാട്, കർണാടക, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന പൂ ഏതാണ്? വെറൈറ്റി കൂടുതൽ പോകുന്നത് രണ്ട് ബന്ദി. ബന്ദിക്ക് വില കുറവാണല്ലോ. ബന്ദിക്ക് വില കുറവാണ്. ബന്ദി എന്ന് പറഞ്ഞാൽ എല്ലാ കളറും കോമ്പറ്റീഷൻ ആണ് ബന്ദി. ഏറ്റവും വിലയുള്ള പൂ ഏതാണ് ഇവിടെ? ഏറ്റവും വിലയുള്ള പൂ ഇതാണ്, പേപ്പർ വൈറ്റ് റോസ് എന്ന് പറയും. ഇതിനാണോ ഏറ്റവും വിലയുള്ളത്? ഏറ്റവും വില ഇതിനാണ്. ഓ, അപ്പോൾ നമ്മുടെ മറ്റേ മുല്ലപ്പൂവിനൊക്കെയോ? മുല്ലപ്പൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുളം 50 രൂപ, ഒരു മുളത്തിന് 50 രൂപ. 50 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ വരികയാണെങ്കിലോ തെങ്ങും പൂക്കലുണ്ട്, അതുപോലെ തന്നെ തൃക്കാക്കര അപ്പനുണ്ട്, താമരപ്പൂ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്, പിന്നെ ഇലകളൊക്കെ നമുക്ക് സൈഡിൽ കൂടെ കളറ് മാറ്റാനായിട്ട് പച്ച ഇലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇരിപ്പുണ്ട്. കുറേയേറെ ഐറ്റംസ് ആണ്, ഇഷ്ടം പോലെ പൂക്കളാണുള്ളത്. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം വെജിറ്റബിൾ മാർക്കറ്റും പൂ മാർക്കറ്റും ഒക്കെ ആയിട്ട് ഈ വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ, ഒരു രസത്തിന് നമ്മൾ ചെയ്തതാണ്. ഫുഡല്ല ഈ വീഡിയോയുടെ പ്രാധാന്യം. ഈ വീഡിയോ ഓണത്തിൻ്റെ ആ ഒരു സന്തോഷമാണ്. അപ്പം ഹാപ്പി ഓണം, അത് തന്നെ, ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, കൂടെ ഉണ്ടാവുക.